സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കളവ് പറയാൻ പാടില്ല. സഹാബത്ത് എത്ര ഗൗരവത്തിലെടുത്ത കാര്യമായതെന്നൊക്കെ അറിയോ നിങ്ങൾ? ബഹുമാനപ്പെട്ട അബൂ കാഹിൽ റളിയല്ലാഹു അൻഹു, അബൂ കാഹിൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ വഖഅ ബൈന റജുലൈനി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കൂട്ടുകാർക്കിടയിൽ കലാമുൻ, ഒരിക്കലേ ഒരു ചെറിയ ബഹളം ഉണ്ടായി, ഒരു ചെറിയ വർത്താനം ഉണ്ടായി. രണ്ടാളും പിണങ്ങിന്നർത്ഥം, അതാണ് ആ പറഞ്ഞു കണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് രണ്ടാളും പിണങ്ങിയപ്പം ഹത്താ തസാറമ, അവർ പരസ്പരം ഏറ്റുമുട്ടി തല്ലുകൂടി പിരിഞ്ഞു. വർത്തമാനത്തിൽ തുടങ്ങി തല്ലിൽ കലാശിച്ചു, പിരിഞ്ഞു, പിണങ്ങിപ്പോയി. അബൂ കാഹിൽ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ കാഹിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ്, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ്. അബൂ കാഹിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവർ രണ്ടാളും പിണങ്ങി എന്നുള്ള വിവരം അറിഞ്ഞപ്പോ, തല്ലി പിരിഞ്ഞു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ അവരെ കൂട്ടത്തിൽ ആദ്യം ഒരാളെ കണ്ടപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, മാലക വലി ഫുലാൻ, എന്തിനാണ് ഈ ഓനുമായിട്ട് തിരക്കുണ്ടാക്കിയത്? അതോ അവൻ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു? അത് ചോദ്യം ചെയ്തു, ചോദിക്കാതെ വിടാൻ പറ്റുമോ? അപ്പൊ ചോദ്യം ചെയ്തപ്പോ അത് അടിയിൽ കലാശിച്ചു. അപ്പൊ അബൂ കാഹിൽ തങ്ങൾ ചോദിക്കാണ്, മാലക വലി ഫുലാൻ, എന്തിനാണ് ഈ അയാളുമായിട്ട് തല്ലാൻ പോയത്? നിങ്ങൾ എന്തിന് തല്ലി? നിങ്ങൾ കലഹിക്കേണ്ടവരായിരുന്നില്ല. എന്തിനാണ് സുഹൃത്തെ നീ അയാളുമായിട്ട് തിരക്ക് കൂടാൻ പോയത്? വഖദ് സമിഅതുഹു യുഹ്സിനു അലൈക ഫനാ, ഇപ്പോഴും പിണങ്ങിയാ കഴിയുന്നത് അതെ കണക്കത്ത് തന്നെയാണ്, പിന്നെ മിണ്ടിയിട്ടില്ല. അതൊരു അപ്രതീക്ഷ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. സത്യത്തിൽ ഞാൻ മറ്റേയാളെ കണ്ടു, അയാൾ വഖദ് യുഹ്സിനു അലൈക ഫനാ, നിന്റെ മേലിൽ ധാരാളം സ്തുതികളാ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിന്നെ പ്രകീർത്തിക്കുകയാണ് അയാൾ. വയുക്സിറു ലക ദുആ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സംഗതി അങ്ങനെ സംഭവിച്ചു പോയി. ഓ നല്ല മനുഷ്യനാ, തെറ്റ് എന്റെ അടുത്താ സംഭവിച്ചത്, അയാൾ നല്ല മനുഷ്യനാണ്. എന്നിട്ട് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു, നിനക്ക് വേണ്ടി അയാൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? അപ്പൊ മറ്റേയാളുടെ മനസ്സൊന്നായിരുന്നു. എന്നിട്ട് പിന്നെ ഇയാളെ കാണാൻ പോയി, മറ്റേയാളോട് ചെന്നിട്ട് ഫഖുൽതു ലഹു നഹ്വ ദാലിക, ഇയാളോട് പറഞ്ഞ ഇതേ മാറ്റർ അവിടെയും പോയി പറഞ്ഞു. നിങ്ങളിങ്ങനെ പിണങ്ങിയോ? വേണ്ടില്ലായിരുന്നു. അയാളിപ്പോ വലിയ കുറ്റബോധത്തിലാ, നിങ്ങളെപ്പറ്റി വലിയ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നന്നായി കൂടെ എന്ന് വെച്ചു. സുബ്ഹാനല്ലാഹ്, ഫമാസിൽതു അംശി ബൈനഹുമാ ഹത്തസ്തലഹാ, ഞാൻ കളവ് പറഞ്ഞ് അവരുടെ രണ്ടാളുടെയും ഇടയിൽ നടന്നുകൊണ്ടേയിരുന്നു. ഇയാളെടുത്ത് പോകും, അയാളെടുത്ത് പോകും, അയാളെടുത്ത് വന്നു, ഇയാളെടുത്ത് വരും, ഇങ്ങനെ പറഞ്ഞ് ഹത്തസ്തലഹാ, രണ്ടുപേരും മസ്ലഹത്തായി, രണ്ടുപേരും രഞ്ജിപ്പിലായി, ഐക്യത്തിലായി, അവര് നന്നായി. എന്തിനാ തെറ്റിന് എന്നെ പറ്റി അയാൾക്ക് അത്ര നല്ല അഭിപ്രായമാണെങ്കിൽ ഇയാൾക്ക് തോന്നാണ്, അയാൾക്കും അങ്ങനെ തോന്നുകയാണ്. സംഗതി ഇത് രണ്ടാളും പറഞ്ഞതല്ല, ഇയാള് സ്വയം കളവായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഇയാള് പറയാണ്, അവരാണ് നന്നായി കഴിഞ്ഞപ്പോ എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ പറഞ്ഞു, എന്താണ് ഇപ്പൊ ഞാൻ ചെയ്തത്? അഹ്ലക്തു നഫ്സി, ഞാൻ എന്നെ നശിപ്പിച്ചു അല്ലേ? വഅസ്ലഹതു ബൈനഹുമാ, അവർ രണ്ടാളെയും നന്നാക്കിയപ്പോഴേക്ക് ഞാൻ എന്നെ നശിപ്പിച്ചു. അയാൾ പറയാത്താണല്ലോ മറ്റേയാളോട് ചെന്ന് പറഞ്ഞത്, ഇയാൾ പറയാത്തതാണല്ലോ അയാളോട് എന്ന് പറഞ്ഞത്. അത് കളവാണല്ലോ. വിശ്വാസി ജീവിതത്തിൽ കളവ് പറയൂല എന്ന് എന്നെ മുത്തുനബി പഠിപ്പിച്ചിട്ടില്ലേ? എന്തിനാ ഞാൻ ഈ കളവ് പറഞ്ഞിട്ട് അവരെ നന്നാക്കാൻ നിന്നത്? ഇപ്പൊ അവര് നന്നായി, അപ്പോഴേക്ക് ഞാൻ നരകത്ത് പോകേണ്ട ഗതികേടാ എന്ന് ചിന്തിച്ചിട്ട് ഇയാൾക്ക് ഉറക്കം വരുന്നില്ല. ഇയാൾ പറയാ, നേരം വെളുത്തപ്പോൾ ഞാൻ നബി തങ്ങളുടെ അടുത്ത് പോയി, നബി തങ്ങളോട് പറഞ്ഞു, നബി ഇങ്ങനെ സംഭവിച്ചു പോയി, സംഗതി ഞാൻ പറഞ്ഞത് കളവാണ്. അവരൊന്നും നബിയെ ആ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. വല്ലദീ ബഅസക ബിൽ ഹഖി മാ സമിഅതു മിൻ ദാ ശൈഅ വലാ മിൻ ദാ ശൈഅ, ഇയാളോ അയാളോ ഒന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ എന്റെ വകയായി കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, യാ അബാ കാഹിൽ, ഓ അബൂ കാഹിലേ, അസ്ലിഹ് ബൈനന്നാസ് വലൗ ബികദാ വകദാ,
വലൗ ബികദാ വകദാ. അബൂ കാഹിലെ അസ്ലിഹ് ബൈനന്നാസ്, നീ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കിക്കോ, മസ്ലഹത്തുണ്ടാക്കിക്കോ. വലൗ ബികദാ വകദാ, അത് കളവ് പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഇല്ലാത്തത് പറഞ്ഞിട്ടാണെങ്കിലും ശരി, മസ്ലഹത്തുണ്ടാക്കിക്കോ. മസ്ലഹത്ത് പറയുന്നിടത്ത് കളവ് പറഞ്ഞവൻ കളവ് പറഞ്ഞവനല്ല, അവന് കളവിന്റെ കുറ്റമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. അത്ര ഗൗരവമുള്ള വിഷയമാണ്. പക്ഷെ ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇളവന്. കാരണം എന്താ? രണ്ടാള് പിണങ്ങിയാൽ അവരെ നന്നാക്കണമെങ്കിൽ കളവ് പറയേണ്ടി വരും. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതിനെ ഇറങ്ങി നോക്കിയില്ലെങ്കിൽ അത് ബോധ്യപ്പെടും. ഇയാൾ പറഞ്ഞാൽ മറ്റേയാളോട് എന്ന് പറഞ്ഞാൽ ഉള്ള ജന്മത്തിൽ പിന്നെ മുണ്ടൂല. അപ്പൊ ഇയാൾ പറഞ്ഞതല്ല അവിടെ എന്ന് പറയേണ്ടത്, അയാൾ പറഞ്ഞതല്ല വെടിം എന്ന് പറയേണ്ടത്. രണ്ടും അടുപ്പിക്കാൻ നോക്കുക വേണ്ടത്. അതിന് കളവ് പറഞ്ഞാലും കളവിന്റെ കുറ്റല്ല. നിസ്കാരത്തെക്കാൾ നോമ്പിനേക്കാൾ കൂലിയാണ് ആ കളവിനുള്ളത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഖൈറാണ് കളവ് പറയുന്നത്. ഏത്? മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി, രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി കളവ് പറയാം. 3 സ്ഥലങ്ങളിലാണ് നബി തങ്ങൾ കളവിന് ഇളവ് നൽകിയത്. 3 സ്ഥലങ്ങളിൽ കളവ് പറയുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി അതേ റുഖ്സ നൽകിയിട്ടുണ്ട്, ഇളവ് നൽകിയിട്ടുണ്ട്. മാ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുറഖിസു ഫീ ശൈഇൻ മിനൽ കദിബി ഇല്ലാ ഫീ 3 ഘട്ടങ്ങളിലല്ലാതെ കളവ് പറയാൻ റസൂലുള്ള ഇളവ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സയ്യിദത്തുനാ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹിന്റെ ബീവി നമ്മുടെ ഉമ്മ റസൂലുള്ളാഹിന്റെ ബീവി ഉമ്മു കുൽസൂം പറയാണ്, 3 സ്ഥലത്ത് മാത്രമാണ് റസൂലുള്ളാഹി തങ്ങൾ കളവ് പറയാൻ ചെറിയ ഒരു ഇളവ് കൊടുക്കുന്നത് ഞാൻ കണ്ടത്. 3 സ്ഥലം. അവിടെ 3 സ്ഥലത്തും കളവ് പറഞ്ഞാൽ കളവല്ല. ആ 3 സ്ഥലം ഏതാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ? കാരണം ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത് അല്ലേ? മറ്റുള്ള വയതൊന്നും ഇപ്പൊ അത്ര കളവ് പറയാൻ ഇവിടെ ചാൻസ് ഉണ്ടോ? കളവ് പറയാൻ ചാൻസ് ഉണ്ട് എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. ഒന്ന്, പിണങ്ങിയവരെ നന്നാക്കാൻ. അത് പറഞ്ഞു കഴിഞ്ഞു. ഒന്നതാണ് പിണങ്ങിയവരെ നന്നാക്കാൻ. അർറജുലു യഖൂലുൽ ഖൗല യുരീദു ബിഹിൽ ഇസ്ലാഹ്, തെറ്റിയവരെ നന്നാക്കൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കളവ് പറയുന്നതിൽ ഇളവുണ്ട്. 2, വർറജുലു യഖൂലുൽ ഖൗല ഫിൽ ഹർബ്, സമരക്കളത്തിൽ ശത്രുവിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് കളവ് പറയും. അപ്പോഴേ വിജയിക്കുള്ളൂ. അൽ ഹർബു ഖിദ്അ സയ്യിദുനാ റസൂലുള്ളാഹി, സമരം തന്ത്രമാണ്. നബി തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെയും ദിശ മാറ്റി പറയും, അല്ലെങ്കിൽ ഉള്ള ഒരുക്കങ്ങൾ മുഴുവനും പുറത്ത് കാണിക്കില്ല. അങ്ങനെയൊക്കെ പറയാം. എന്തിനാ? ശത്രുവിനെ പൂർവോപരി ഒരുങ്ങി തയ്യാറാകാതിരിക്കാൻ, ശത്രു ഒരുങ്ങി തയ്യാറാകാതിരിക്കാനാണ്. ദിശ തിരിച്ചുവിടുക, ശ്രദ്ധയുടെ ദിശ തിരിച്ചുവിടുക. അതിനുവേണ്ടി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ വിഷയത്തിൽ കളവ് പറയേണ്ടി വരും. ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. നബിതങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന മറ്റൊരു സ്ഥലത്ത് വെച്ചായി. ആസൂത്രിതമായിട്ടായിരുന്നു സമരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചിരുന്നത്. 3, അത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്ന ഒരു മേഖലയാണ്. ഒറ്റ വാക്ക് പറയുന്നു, ഇസ്ലാമിൽ യുദ്ധങ്ങളിൽ. ഞാൻ മനഃപൂർവ്വമാണത് പറഞ്ഞത്. യുദ്ധം ഇസ്ലാമിൽ സമരമാണ്. സമരം ഇവിടെ മതമില്ലാത്ത കക്ഷിയടക്കം സമ്മതിക്കുന്നത്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ എവിടെയാ ജീവിച്ചത്? മക്കത്ത്. അടിയോടടി നബിക്കും കൂട്ടുകാർക്കും കിട്ടി. തിരിച്ചടിച്ചോ? ഇല്ല. തിരിച്ചടിച്ചോ? ഇല്ല. അവസാനം ജന്മനാട് പോലും, ജനിച്ച മണ്ണ് പോലും ഉപേക്ഷിച്ച് ആദർശ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് വന്നു. എന്നിട്ട് ഈ മദീനയിൽ സ്വസ്ഥമായി നിൽക്കാൻ അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടേക്കും മക്കയിൽ നിന്ന് മദീനയിലുള്ള ജൂതന്മാരെ കൂട്ടുപിടിച്ച് അങ്ങോട്ടും ശത്രുക്കളുടെ പല്ലും നഖവും നീണ്ടപ്പം സയ്യിദുനാ റസൂലുള്ളാഹി, ഇതൊരു മത വിശ്വാസികളോടുള്ള വിരോധമല്ല, ഇത് അമുസ്ലിമീങ്ങളോടുള്ള വിരോധമല്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ പ്രശ്നം ഉണ്ടാവണം. മദീനത്ത് വന്നിട്ട് ജൂതന്മാരോട് പ്രശ്നം ഉണ്ടാവണം. അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ഇങ്ങോട്ട് ഏറ്റുമുട്ടാൻ വന്നു എന്നല്ല, സഹിഘട്ടം പിടിച്ചു നിൽക്കാനാകാതെയായപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പോരാടാൻ അല്ലാഹു സമ്മതം കൊടുത്തു. അതാണ് പോരാട്ടം, അതാണ് സമരം, അതാണ് ബദർ, അതാണ് ഉഹദ്, അതാണ് ഖന്തഖ്.
ആ പ്രയോഗം പോലും തെറ്റാണ്. യുദ്ധം എന്ന പ്രയോഗം പോലും തെറ്റാണ്. കാരണം യുദ്ധവും സമരവും തമ്മിൽ ഒരുപാട് വ്യത്യാസം. അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് സമരം. പിടിച്ചടക്കലും അക്രമവുമാണ് യുദ്ധം. വേഗം പറഞ്ഞാൽ തിരിയും. ഇപ്പൊ ഉദാഹരണത്തിന് ഇസ്രായേൽ പലസ്തീനിന് നേരെ നടക്കുന്ന കടന്നുകയറ്റം യുദ്ധമാണ്. പാവപ്പെട്ട പലസ്തീനികള് ജനിച്ച മണ്ണിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് സമരമാണ്. ഇത് നമ്മൾ മാത്രമല്ല സമ്മതിച്ച, ഇവിടുത്തെ മതമില്ലാത്ത കക്ഷിയും അംഗീകരിക്കും. ഇത് ഇസ്രായേൽ ചെയ്യുന്നത് തനി തോന്നിയാസാണ്. അൽഹംദുലില്ലാഹ് ചെറിയൊരു പ്രതീക്ഷയാണ്. ഇസ്രായേൽ വീണ്ടും ജോർദാന്റെ ഭാഗങ്ങൾ സ്വന്തമാക്കും, പലസ്തീൻ വെട്ടിപ്പിടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒറ്റ സ്വരത്തിൽ, സൗദി അടക്കം എല്ലാവരും പറഞ്ഞിരിക്കുകയാണ് മുസ്ലിമീങ്ങളെ, ഏത് പലസ്തീനികളെ, മുസ്ലിമീങ്ങൾ എന്നല്ല, പലസ്തീനികളെ തൊട്ടുപോകാൻ പാടില്ല. ഇന്ന് വരെ പറയാത്ത ഒരു വാക്കാണ് അവർ ചങ്കൂറ്റത്തോടെ പറഞ്ഞിരിക്കുന്നത്. അതിലിപ്പോ അങ്ങനെ അന്തിച്ചു നിൽക്കുകയാണ്. തൊട്ട് കഴിഞ്ഞാൽ സ്വഭാവം മാറും. എല്ലാവരും അങ്ങനെയാണ്. അതിലിപ്പോ മുസ്ലിം ആവണം എന്നില്ല, അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ പോലും പലസ്തീനികൾക്ക് വേണ്ടി പലപ്പോഴും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പരിപാടികൾ നടത്താറുണ്ട്. കാരണം പാവങ്ങളാണ്, വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത വിഷമാണ്. നമ്മുടെ മിസ്ബാഹിയും ഞാനും ഒക്കെ ഖുദ്സ് യാത്ര മുമ്പ് നടത്തിയിരുന്നു. ഇവിടെയുള്ള ലത്തീഫ് ക, ഇങ്ങനെ പലരും. അന്ന് ഖുദ്സ് യാത്രയിൽ ഞങ്ങളെ വണ്ടി ഓടിച്ചിരുന്ന ഒരു ഡ്രൈവറുണ്ട്. ആ ഡ്രൈവറുടെ കയ്യില് ഒരു തക്കാളിക്കായ കണ്ടിട്ടാൽ അങ്ങോട്ട് ഇറങ്ങി നിൽക്കും, അതുപോലത്തെ ഒരു കുഴിയുണ്ട്. അയാൾ പറഞ്ഞ് ഇസ്രായേൽ പട്ടാളത്തിന്റെ വെടിയുണ്ടേറ്റതാണ്, സലാമത്തായതാണ്, ജീവിക്കുന്ന തെളിവായിട്ട്. ഇങ്ങനെ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യാവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് യുദ്ധം. ഇസ്ലാമിൽ ഒരിക്കലും അതുണ്ടായിട്ടില്ല. എന്നാ തന്നെ ഇനി എല്ലാ സർവോപരി ശേഷിയോടെ മക്കയിലേക്ക് തിരിച്ചു വന്ന് മക്കം ഫത്ഹ് ആഘോഷിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഇങ്ങോട്ട് ഏറ്റുമുട്ടാൻ വരാതെ നിങ്ങൾ മര്യാദക്ക് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, മനുഷ്യനായി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, മനുഷ്യ സ്നേഹം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം. അല്ലേ? ആർക്കാ ഇത് പറയാൻ കഴിയുക? ആർക്കാണ് ഇത് പറയാൻ കഴിയുക? എന്തൊക്കെ ചെയ്തവരായവർ. മധുര പ്രതികാരം വീട്ടാൻ നല്ല ഒരു അവസരം ഒത്തിണങ്ങിയിട്ട് അത് ചെയ്തില്ല സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് ഈ സമരം എന്ന പ്രഖ്യാപനം കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട. ജീവിക്കാൻ അവകാശ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത്. അപ്പൊ അതിൽ തന്ത്രപരമായിട്ട് കളവ് പറയാറുണ്ടായിരുന്നു. പറയാം. മൂന്ന് ഘട്ടമുണ്ട്. മൂന്നാമത്തേതാ? വറജുലു യുഹദ്ദിസു ഇംറഅതഹു വൽമർഅതു തുഹദ്ദിസു സൗജഹാ. ആണും പെണ്ണും സംസാരിക്കുമ്പോൾ അവിടെ നർമ്മത്തിന് വേണ്ടി ചെറിയ കളവുകളൊക്കെ കടന്നു വരും. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോഴും ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോഴും കളവ് പറയുന്നതിൽ ഒരു ചെറിയ ഇളവുണ്ട് എന്ന് കേട്ടാൽ ഇന്നു മുതൽ ഭാര്യനോട് കളവ് തന്നെ പറയാൻ തീരുമാനിക്കണ്ട. ഭർത്താവിനോട് കളവ് പറയാൻ ഭാര്യമാരും തീരുമാനിക്കേണ്ട. ഈ പറഞ്ഞതിന്റെ അർത്ഥം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് മഹാന്മാർ അത് വിശദീകരിച്ചത്. അങ്ങനെ ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. അവനെ തൃപ്തിപ്പെടുത്താൻ അവളെ തൃപ്തിപ്പെടുത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ചെയ്യാ? ചെറിയ നർമ്മം കലർന്ന കളവുകൾ അങ്ങനെ ചിലപ്പോ ഉണ്ടാകും. അതെന്തിനാണ്? ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ചിലപ്പോ ഇവര് വലിയ വലിയ വാഗ്ദാനങ്ങൾ ഇവരോട് ചിലപ്പോ ചെയ്യും. അത് തൽക്കാലം നമ്മളെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ, എന്തെങ്കിലുമൊക്കെ സംഗതികൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്, വീടും കാര്യവും കുട്ടികളെയൊക്കെ മര്യാദക്ക് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും. വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത വാഗ്ദാനമായിരിക്കും ചിലപ്പോ ചെയ്തത്. അപ്പൊ അതൊക്കെ നിർവഹിച്ചോളണമെന്നില്ല.
അത് ഈ രൂപത്തിൽ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ ഇങ്ങനെയുള്ള കളവുകൾ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് ഭാര്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, ഭർത്താവിന്റെ ഭാഗത്തുനിന്ന്. പരസ്പരം തൃപ്തിപ്പെടുത്താൻ വേണ്ടി, മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, സംസാരത്തിൽ മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കളവ് പറയാം. അങ്ങനെയൊന്നും ഭാര്യ ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും ഇല്ലാത്ത ത്യാഗം അവൾ അവതരിപ്പിക്കും, ഇവൻ അങ്ങോട്ടില്ലാത്ത ത്യാഗങ്ങൾ അവതരിപ്പിക്കും. അപ്പോഴല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ. ഇതിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആവാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇണവനുവദിച്ചു. അതിന്റെ മർമ്മം ഇതാണ്. അതും കൂടെ മനസ്സിലാക്കണം. അവരോട് മനഃപൂർവ്വം കളവ് പറയാൻ പാടില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം മർമ്മം ഇവിടെയാണ്. പലതും ഒരുപാട് വിഷയങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് സംബന്ധമായി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അന്തത്വത്തിൽ ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് പിരിയാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാൻഡിംഗ് അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചു. ഇവിടെ ഇടക്കൊന്ന് വിശ്രമത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് വിശ്രമിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഒരു ഇടത്താവള ലാൻഡിംഗ് ഇതിന്റെ ഇടയിൽ കൊടുത്തു. എല്ലാവരും ഇറങ്ങിയപ്പോ അന്നൊക്കെ അവർക്കൊരു ശൈലിയുണ്ട്. മരുഭൂമിയിൽ ഇടത്താവളത്തിൽ എവിടെയെങ്കിലും യാത്രയിൽ ഇറങ്ങിയാൽ നല്ല വെയിലായിരിക്കില്ലേ? അപ്പൊ ഈ വെയിലിൽ എന്ത് ചെയ്യും? മരുഭൂമിയിൽ ഈ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി താൽക്കാലിക ഹൈമ കെട്ടും. ഹൈമ എന്ന് പറഞ്ഞാൽ ഷെഡ്, താൽക്കാലിക ഷെഡ് കെട്ടും, വലിച്ചു കെട്ടും. അത് കെട്ടാനുള്ള പായയും കുറ്റിയും കയറും ഒക്കെ അവരെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതായിരുന്നു അറബികളുടെ സ്വഭാവം, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് കെട്ടും. ഇങ്ങനെ ഷെഡ് കെട്ടി, ഹൈമ കെട്ടി ഈ തമ്പുകൾക്കുള്ളില് അവർ കഴിഞ്ഞുകൂടുമ്പോ അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ തമ്പിന്റെ പുറത്തായിരിക്കും. പുറത്തവിടെ കെട്ടിയിടും, അല്ലെങ്കിൽ അവിടെ എവിടേക്കും പോകൂല. മുതലാളിമാർ വന്നതിന്റെ ശേഷം യാത്ര തുടരുള്ളൂ. തൽക്കാലം നിർത്തിയതാണെന്ന് അവർക്കും അറിയും. അതൊക്കെ ശീലമായിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു? മൃഗങ്ങളെയൊക്കെ നിർത്തിയിട്ട് ഇവർ തമ്പിനുള്ളിൽ വിശ്രമിക്കുമ്പോഴാണ് ശക്തമായ ഒരു കൊടുങ്കാറ്റടിച്ചു. മരുഭൂമിയിലെ കാറ്റ് ആരെയും ബേജാറാക്കി. ആജാദിക്കാറ്റ്. മരുഭൂമിയിൽ കൊടുങ്കാറ്റടിച്ചു. മണലൊക്കെ പൊങ്ങി കൊടുങ്കാറ്റടിച്ചപ്പോ എല്ലാരും ബേജാറായി, പേടിച്ചരണ്ടു. എല്ലാവരും തമ്പിനുള്ളിലേക്ക് ഒതുങ്ങി, തമ്പുകളൊക്കെ പറക്കാൻ തുടങ്ങി. ആ കൂട്ടത്തില് പുറത്ത് നിർത്തിയിട്ടിരുന്ന മൃഗങ്ങൾ പേടിച്ച് ഓടി. നാല് ഭാഗത്തേക്ക് ചിന്നിച്ചിതറി. മൃഗങ്ങളെയൊന്നും കാണാനില്ല. കാറ്റടങ്ങിയപ്പോൾ മൃഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒറ്റയാളുടെയും വാഹനങ്ങൾ കാണുന്നില്ല. ഒക്കെ അങ്ങായിട്ട് ഓടി. എല്ലാരും അതിങ്ങനെ തിരയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ കാറ്റടങ്ങിയപ്പം മുത്തുനബി പറഞ്ഞു, ഓ ഒരു വലിയ കാറ്റ് വന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മദീനയിൽ റിഫാഅത്ത് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ റിഫാഅത്ത് മരിച്ചു എന്ന് കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത മുനാഫിക്കുകൾ, വകാന ഫീഹി ഖൈദുൽ ലിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങൾക്ക് ഈ വിഷയത്തിൽ അങ്ങേയറ്റത്തെ എതിർപ്പുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ മൈലുകൾ താണ്ടിപ്പോകാനുള്ള മദീനയിൽ റിഫാഅത്ത് മരണപ്പെട്ടു പറഞ്ഞ സമയത്ത് മുനാഫിക്കീങ്ങളൊപ്പമുണ്ട്. അപ്പൊ മുനാഫിക്കീങ്ങൾ സമരത്തിന് പോകും. അതിലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും പോയത് കൊണ്ട് ആള് മുനാഫിക്കാവാതിരിക്കൂല. അങ്ങനെയൊന്നും മനസ്സിലാക്കണ്ട. മുനാഫിക്കാവുന്നതിന് അതൊന്നും തടസ്സമല്ല. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ഈമാനെ ബാധിക്കുന്ന വിഷയമാണ്. ഈമാൻ ഇല്ലെങ്കിൽ മുനാഫിക്കാണ്. അങ്ങനെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും, ഓ റിഫാഅത്ത് മരിച്ചോ നബിയേ.
എല്ലാവരും അങ്ങനെ പറയാണ്. അപ്പൊ മുനാഫിക്കീങ്ങൾക്കൊരു പുച്ഛം തോന്നി. മദീനയിൽ കിടന്ന ഒരാള് മരിച്ചിട്ടുണ്ട്. എങ്ങനെയാ മുഹമ്മദ് ഈ മണൽ ഭൂമിയിൽ നിന്ന്, ഈ മരുഭൂമിയിൽ നിന്ന് അറിയുന്നത്? ഇവരൊക്കെ പോയത്തക്കാരാണ്, അതുകൊണ്ടാണ് മുഹമ്മദിന്റെ വാക്ക് വിശ്വസിക്കുന്നത്. നമുക്കവിടെ എത്തിയെങ്കിലേ, അത് കണ്ടെങ്കിലേ ബോധ്യപ്പെടൂ എന്ന് കരുതി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ടാമത്തെ പ്രഖ്യാപനം, നിങ്ങൾ പോയിട്ട് എന്റെ ഒട്ടകം എവിടെയാണെന്ന് തിരയണം. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളൊക്കെ നിങ്ങളെ ഒട്ടകത്തെ തെരഞ്ഞു പോവല്ലേ, കൂട്ടത്തിൽ എന്റെ ഒട്ടകം ഓടിപ്പോയിരിക്കുന്നു, എന്റെ ഒട്ടകം എവിടെയുള്ളത് ഒന്ന് നോക്കട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് അവസരം മുതലാക്കുകയാണ്. ഏത് ഈ ടീം റിഫായത്ത് മരിച്ചു എന്ന് പറയുമ്പോ അത് പരസ്യമായിട്ട് പറയാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കി വെച്ചവർ ഈ പ്രഖ്യാപനം നബി അങ്ങോട്ട് നടത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് മുനാഫിക്കീങ്ങളുടെ തലവനാണ്, റസൂൽ മുനാഫിക്കീങ്ങളുടെ ഹെഡാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ലഅനത്തുല്ലാഹി അലൈഹി, ഇവൻ കുറച്ച് ടീം ഇവന്റെ ഉണ്ടല്ലോ, ഒരു സ്വകാര്യമായിട്ട് പറയാറുണ്ട്, പരസ്യമായിട്ട് പറയില്ല എന്നുള്ളൂ. ഇവൻ മാ ഖൗമിഹി, ഇവന്റെ കൂട്ടുകാരോടൊപ്പം സ്വകാര്യമായിട്ട് ചോദിച്ചു, പരസ്യമായിട്ടല്ല, ഇവരോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, അലാ തഅജബൂന മിൻ ഹാദർ റജുൽ. മുനാഫിക്കീങ്ങളുടെ ഹെഡ് ചോദിക്കുക, അലാ തഅജബൂന മിൻ ഹാദർ റജുൽ, ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്ഭുതമില്ലേ? ഇവരൊക്കെ പോയത്തക്കാരാട്ടോ, നമുക്ക് മാത്രമേ ഈ കൂട്ടത്ത് ബുദ്ധിയുള്ളൂ. ഇയാളെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്ഭുതല്ലേ? യുഖ്ബിറു അൻ മൗതി റജുലിൻ ബിൽ മദീന, മദീനയിൽ ഒരു മനുഷ്യൻ മരിച്ചോന്ന് കിലോമീറ്ററുകൾ മൈലുകൾക്ക് ഇപ്പുറത്ത് നിന്ന് പ്രവചിക്കുന്നയാള്. പക്ഷേ ഇയാൾക്ക് എന്തറിയില്ല, മീറ്ററുകൾക്കുള്ളിൽ ഓടിപ്പോയ ഒട്ടകം എവിടെയെന്ന് അറിയൂല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയുന്ന സമർത്ഥിക്കാൻ ഒരു സംഭവമാണ് പറയുമ്പോ അപ്പ പറയും, എന്തേ മറ്റോടത്ത് അറിയാതിരുന്നത്? ഇതെന്നെ പരിപാടി. അന്നത്തെ മുനാഫിക്കീങ്ങൾ എന്താണോ പറഞ്ഞത് അപ്പണിയായി അതറിഞ്ഞിട്ട് എന്തേ ഇതറിയാത്തത്? സയ്യിദുനാ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലാണല്ലോ, ഈ വിഷയം സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ കേട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ മറ്റൊരാൾ കേട്ടിട്ടില്ല. ഇവര് സ്വകാര്യമായിട്ട് പറഞ്ഞതാ, ഇവര് മാത്രം സ്വകാര്യം പറഞ്ഞതാ. നബി തങ്ങൾ ഈ വിവരം അറിഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയാൻ, ഇന്നനാസം മിനൽ മുനാഫിഖീന ഖാലൂ മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ടീം ഇന്ന വാക്കുകളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന വിവരം പടച്ച റബ്ബ് എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ? മദീനയിലെ റിഫാഅത്ത് മരിച്ചത് മുഹമ്മദ് ഇവിടുന്ന് മനസ്സിലാക്കി. എന്നിട്ടെന്തേ തൊട്ടടുത്തുള്ള ഒട്ടകം പോയ കഥ അറിയാത്തത്? മീറ്ററുകൾക്കുള്ളിലുള്ള ഒട്ടകത്തെ പറ്റി ഇവന് പിടി ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞു നടക്കുന്ന നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞ സ്തുതിക്ക് ഞാൻ വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വനാഖതി ഫീ ഹാദ ശഅബ് കതഅല്ലക സിമാമുഹാ ബിശജറ. ഈ മലമടക്കില്, ഈ മലയുടെ അപ്പുറത്ത്, ആ മലയുടെ അപ്പുറത്ത് എന്റെ ഒട്ടകം ഒരു മരത്തില് അതിന്റെ മൂക്കയറ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പോയി നോക്കിക്കോ. ഞാനാ പറയുന്നത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ അങ്ങോട്ട് പറയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോ സഹാബത്ത് മൊത്തം പുറപ്പെട്ടു. കാരണം മുനാഫിക്കീങ്ങളൊപ്പുണ്ട് എന്നറിയാം, മുനാഫിക്കീങ്ങളൊപ്പുണ്ട്. എന്നാലും അവിടെ ആരാന്ന് പറഞ്ഞിട്ടില്ല. അബ്ദുല്ലാ നീയാണോ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ പറയാവൂ. കാനേഷുമാരി മാപ്പിളമാരെ കൊണ്ടും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഉമ്മത്തിന്റെ ഒപ്പം നിർത്തും, ഉമ്മത്തിന്റെ ഒപ്പം നിർത്തും. അപ്പൊ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടി തുറന്നു പറഞ്ഞൊന്നുമില്ല. അവർക്ക് മനസ്സിലാകണം. ഇവരൊക്കെ പോയി. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് അടക്കമുള്ളവർ പോയി.
സുബ്ഹാനല്ലാഹ്. സഹാബത്തൊക്കെ പോയി. സഹാബത്ത് പറയാണ് സുബ്ഹാന മൻ ജല്ല ജലാലു ഫവജദൂഹാ അലാ മാ ഖാൽ. നബി തങ്ങൾ പറഞ്ഞ അതേ രൂപത്തിൽ മൂക്കയർ ഒരു കുറ്റിമരത്തിൽ കുടുങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ വാഹനത്തിന് ഒട്ടകത്തിന് തിരിച്ചു വരാൻ പറ്റാതെ ആ ഓട്ടത്തിനിടയിൽ മൂക്കയർ ഒരു മരത്തിൽ കുടുങ്ങിപ്പോയതാ, അവിടെ തങ്ങി നിൽക്കുന്നു. ഹബീബ് പറഞ്ഞ അതേ സ്പോട്ടിൽ അതേ അവസ്ഥയിൽ ഒട്ടകത്തെ കണ്ടെത്തി. മുത്തുനബിക്ക് ഗൈബ് അറിയുന്നോ അറിയൂലെന്നോ പറയേണ്ടത്? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു അറിയും മക്കളെ, ഞമ്മക്കും അവരൊപ്പം നിൽക്കാൻ പറ്റും, ഞമ്മക്കും അവരൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. മരിക്കുന്നത് വരെ ഒരു പിശാചിന്റെ ശർറിലും പെടാതെ കർമ്മരംഗത്ത് നാലാലൊരു മദ്ഹബിലും വിശ്വാസരംഗത്ത് രണ്ടാലൊരു മദ്ഹബിലും ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാലോചിച്ച് നോക്ക്. ഇനി മുനാഫിക്കുകളെ പറ്റി ഇപ്പൊ ഇവിടെ കാര്യമായി പ്രതിപാദിച്ച വിഷയം എന്താ? അവർ കളവ് പറയുന്നതാണ് അവരെ പറ്റി പ്രതിപാദിച്ച പ്രധാന വിഷയം. ശരിയാണ്. മുനാഫിക്കുകളെ പ്രധാന വിഷയം കളവ് പറയുന്നതാണ്. നമുക്ക് കളവ് പറയാതെ രക്ഷപ്പെടും. കളവ് പറയാത്ത ഒരു ജീവിതം ഉണ്ടാകും. ഒരു ദിവസം എത്ര കളവാ നമ്മൾ പറയുന്നത്? എന്നാലോ കാര്യമായിട്ടൊരു കാര്യത്തിനും അല്ല ഈ പറയുന്നത്, വെറുതെ കളവ്. ഇതൊരു ഹോബിയാ പല മനുഷ്യർ. ഇന്ന് ഈ ഒരു സാധനം കയ്യിലുണ്ടായ കൂടുതൽ കളവ് പറയുന്ന എനിക്ക് തോന്നുന്നു. ഇത് കൂടുതൽ കളവ് പറയിപ്പിക്കുന്ന സാധനം. ഒരിക്കലും ഒരാൾ പറഞ്ഞു ഒരാളെ പറ്റി സദ അയാളുമായിട്ടുള്ള ബന്ധം ഒന്ന് കുറക്കണം. ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നം? അയാൾ വല്ല കളവ് പറയും. അയാളുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അയാൾ കുടുക്കിയിട്ടുണ്ട്. കളവ് പറയുന്ന അയാൾക്കൊരു ഹോബിയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട, വെറുതെ കളവ് പറയാം. അതൊരു ഹോബിയായി മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരെ പറ്റി അനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. പറയേണ്ട കാര്യം എന്തുകൊണ്ട്? അയാളെ പറ്റി അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയാം. ഒരു ടൗണിൽ നിന്നാണ്. അപ്പോ യാദൃച്ഛികമായിട്ട് ഈ പറഞ്ഞ കക്ഷി ആ ടൗണിലുണ്ട്. ആ കക്ഷി എന്നെയും കണ്ടിട്ടില്ല, ഇയാളെയും കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു ഉസ്താദേ യാദൃച്ഛികമാണ്, അയാൾ അതാ അവിടെ ഉണ്ട്, ഇപ്പൊ കാണിച്ചു. ഒരു കാര്യമില്ലാതെ കളവ് പറയുന്നു. അയാൾ ഫോൺ എടുത്തു, നമ്പറിൽ അടിച്ചു, പേര് വിളിച്ചു, എടാ നീ എവിടെയാ ഉള്ളത്? നീ എവിടെയാ ഉള്ളത്? മലപ്പുറം ജില്ലയിലെ ഒരു ടൗണിലാണ് ഇയാളുള്ളത്. ഇയാളോട് ചോദിച്ചോട്ടെ, ഞാൻ കോഴിക്കോട് കടപ്പുറത്ത്. ഫോൺ എടുത്തിട്ട് ഇയാൾ പറയാം ഞാനും കാണുകയാണ്. ഇത് പറയുന്നതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇതിങ്ങോട്ട് പറഞ്ഞ് ശീലായിട്ട് കളവ് തന്നെ പറയാം. പ്രത്യേകിച്ച് ആ കളവ് കൊണ്ടൊരു ഫായിദ ഉണ്ടായിട്ടല്ല പറയുന്ന കളവ്. ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകരുത്. മുനാഫിക്കിന്റെ ലക്ഷണമാണ് കളവ്. ആയത്തുൽ മുനാഫിഖി സലാസ്. ഇദാ ഹദ്ദസ കദബ വഇദാ തുമിന ഖാന വഇദാ ഹാസമ ഫജബ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കപട വിശ്വാസിയുടെ ലക്ഷണം 3 എണ്ണമാണ്. പക്ക കപടന്റെ ലക്ഷണം 3 ലക്ഷണം. ഒന്ന്, തൊള്ള തുറന്നാ കളവ് പറയും. ഇദാ ഹദ്ദസ കദബ. തൊള്ള തുറന്നാ കളവ് പറയും. വിശ്വസിച്ചാൽ സാധിക്കും. രണ്ടാമത്തെ ലക്ഷണം വിശ്വസിച്ചാൽ സാധിക്കും. ഇതൊന്നും നമ്മളുണ്ടാവരുത്. അതൊന്ന് ഏറെയല്ലേ, വളരെ കൂടുതലായിട്ടല്ലേ ഈ ഉമ്മത്തിലുള്ളത് ചതി. ചെറുതോ വലുതോ ആയ ചതിയിൽ പെടാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഷെയർ ബിസിനസ് രംഗത്തൊക്കെ ചതിയുടെ ഒരു മാലപ്പടക്കാണ് ഇല്ലേ? ചെറുതും വലുതും ആയ ചതിയിൽ പലരും പെട്ടവരാ. ലക്ഷങ്ങളും കോടികളും ഒക്കെ പോയവരും. ചതി വലിയ വിഷയം. വിശ്വാസിക്ക് ഒരാളെ ചതിക്കാൻ പറ്റില്ല.
മുനാഫിക്ക് വിശ്വസിച്ചാ ചതിക്കും. വഇദ ഉതുമിന ഖാൻ, വിശ്വസിച്ചാ ചതിക്കും. എന്നിട്ട് പറഞ്ഞു മൂന്നാമത്തേത് വഇദ ഖാസമ ഫജർ, തമ്മിൽ തെറ്റിയാൽ അശ്ലീലം പറയോ. പിണങ്ങോളും നല്ല സന്തോഷമായിരിക്കും. പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വായിലൂടെ വരുന്നത് വളരെ വൃത്തികെട്ട വാക്കുകളായിരിക്കും. പിണങ്ങിയാ വിളിച്ചു പറയാത്തതൊന്നുമില്ല. ഇത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അപ്പൊ അതിൽ കളവ് പറയാന്നുള്ളത് മുനാഫിക്കിന്റെ ലക്ഷണാണെന്ന് നമ്മൾ പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കളവ് പറയാതെ നോക്കണം. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ഒരു നിലയിലും നീ കളവ് പറയാൻ പാടില്ല. കുല്ലു ഖുല്ലത്തിൻ യുത്ബഉ അലൈഹൽ മുസ്ലിം ഇല്ലൽ ഖിയാനത വൽ കദിബ്. കുല്ലു ഖുല്ലത്തിൻ യുത്ബഉ അലൈഹൽ മുസ്ലിം, സകല കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും യുത്ബഉ അലൈഹൽ മുസ്ലിം, സകല കാര്യങ്ങളുടെ വിഷയത്തിലും മുസ്ലിമിന്റെ അടിസ്ഥാന സ്വഭാവമായി അത് മാറും എന്ന് പറഞ്ഞാൽ അതവന്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടതാകും. ആയേക്കാം നടത്തും, ആകൽ നിർബന്ധമല്ല. വിശ്വാസി ഏതൊരു തിന്മയും അവന്റെ പ്രകൃതി സ്വഭാവമായി വന്നേക്കാം. ഇല്ലൽ ഖിയാനത വൽ കദിബ്, കളവും അതുപോലെ തന്നെ ചതിയും ഒഴികെ. വിശ്വാസി ഏതൊക്കെ തെറ്റുകുറ്റങ്ങൾ അവൻ ചെയ്തു പോയാലും, അർത്ഥം ചെയ്യണമെന്നും ചെയ്യുന്നു അല്ലട്ടോ, വിശ്വാസി എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയാലും കളവും വഞ്ചനയും ഒരു വിശ്വാസിയിൽ നിന്ന് വരൂല. സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്നോ ബാക്കിയുള്ളതൊന്നും വന്നിട്ടില്ലെങ്കിലും ഇത് യഥേഷ്ടം കളവും വഞ്ചനയും. പിന്നെ എങ്ങനെയാ നമുക്ക് യഥാർത്ഥ വിശ്വാസികളാവാൻ പറ്റുക? നിഫാക്കിന്റെ മകുടോദാഹരണങ്ങളായി മാറില്ലേ നമ്മളും?